രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം 13. യഹൂദ രാജാവായ അഹസ്യായുടെ മകനായ യഹോവാശിന്റെ 23-ാം ആണ്ടിൽ യേഹുവിന്റെ മകൻ യഹോവാഹാസ് ഇസ്രായേലിന് രാജാവായി. ശമര്യയിൽ 17 സംവത്സരം ഭരിച്ചു. അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചില്ല. നെബാത്തിന്റെ മകൻ യെരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ ചരിച്ചു. ആകയാൽ ദൈവത്തിന്റെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ആരാം രാജാവായ ഹസായേലിന്റെ കയ്യിലും ഹസായേലിന്റെ മകനായ ബെൻ ഹദദിന്റെ കയ്യിലും പലപ്പോഴായി വിട്ടുകൊടുത്തു. എന്നാൽ യഹോവാഹാസ് ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിച്ചു. ആരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിയ ഞെരുക്കം ദൈവം കണ്ട് അവന്റെ അപേക്ഷ കേട്ടു. ദൈവം ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇസ്രായേല്യർ പണ്ടത്തെ പോലെ തന്റെ കൂടാരങ്ങളിൽ താമസിക്കുവാനിടയായി. എങ്കിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യെരോബെയാം ഗ്രഹത്തിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ കഴിഞ്ഞു. അശേര പ്രതിഷ്ഠ ശമരിയയിൽ നിന്ന് നീക്കം ചെയ്തില്ല. അവൻ യഹോവാഹാസിന് 50 കുതിരപ്പടയെയും 10 രഥങ്ങളും 10,000 കാലാളുകളും അല്ലാതെ മറ്റു യാതൊരു സൈന്യത്തെയും ശേഷിപ്പിച്ചില്ല. ആരാം രാജാവ് അവരെ നശിപ്പിച്ചു കളത്തിലെ പൊടി പോലെ ആക്കിയിരുന്നു. യഹോവാഹാസിന്റെ മറ്റുള്ള വിവരങ്ങളും അവൻ ചെയ്തതെല്ലാം അവന്റെ വീര്യപ്രവർത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹോവാഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമരിയായിൽ സംസ്കരിച്ചു. അവന്റെ മകൻ യോവാശ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ യഹോവാശിന്റെ 37-ാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകൻ യോവാശ് ഇസ്രായേലിന് രാജാവായി. ശമര്യയിൽ 11 സംവത്സരം ഭരിച്ചു. അവൻ കർത്താവിന് അനിഷ്ടമായത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ ജീവിച്ചു. യഹോവായോശിന്റെ മറ്റുള്ള വിവരങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദ രാജാവായ അമസ്യായോട് യുദ്ധത്തിൽ കാണിച്ച വീര്യവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹോവായാശ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. യെരോബെയാം സിംഹാസനാരൂഢനായി. യഹോയാവാശിനെ ശമര്യയിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കൂടെ അടക്കം ചെയ്തു. ആ കാലത്ത് എലീശ മരണാസന്ന രോഗബാധിതനായി. അപ്പോൾ ഇസ്രായേൽ രാജാവായ യഹോവായാശ് അവന്റെ അടുക്കൽ ചെന്നു. അവന്റെ മുഖത്തിന്മേലെ കുനിഞ്ഞു കരഞ്ഞു. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായവനെ എന്ന് പറഞ്ഞു. എലീശ അവനോട് അമ്പും വില്ലും എടുക്കുക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വയ്ക്കുക എന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ എലീശ തൻ്റെ കൈ രാജാവിൻ്റെ കൈമേൽ വച്ചു. കിഴക്കേ ജനൽ തുറക്കുക എന്ന് അവൻ പറഞ്ഞു. അവനത് തുറന്നപ്പോൾ എയ്യുക എന്ന് എലീശ പറഞ്ഞു. എയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അത് ദൈവത്തിൻ്റെ ജയാസ്ത്രം,
അരാമ്യർക്ക് നേരെയുള്ള ജയത്തിൻ്റെ അസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അവരെ സംഹരിക്കും എന്ന് പറഞ്ഞു. അമ്പ് എടുക്കുക എന്ന് അവൻ പറഞ്ഞു. അവൻ എടുത്തു. നിലത്തടിക്കുക എന്ന് അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു. നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ചു മുഴുവനും സംഹരിക്കുമായിരുന്നു. ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു. എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ സൈന്യം ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ സംസ്കരിക്കുമ്പോൾ ഒരു സൈന്യത്തെ കണ്ടിട്ട് അയാളെ എലീശായുടെ കല്ലറയിൽ ഇട്ടു. അവൻ അതിൽ വീണു. എലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു കാലൂന്നി എഴുന്നേറ്റു. യഹോവാഹാസിൻ്റെ കാലമെല്ലാം ആരാമ്യ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് അവരോട് കരുണയും മനസ്സലിവും തോന്നി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള തൻ്റെ ഉടമ്പടി നിമിത്തം അവൻ അവരെ കടാക്ഷിച്ചു. അവരെ നശിപ്പിക്കുവാൻ അവന് മനസ്സായില്ല. ഇതുവരെ തൻ്റെ മുമ്പിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞതുമില്ല. ആരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവൻ്റെ മകനായ ബെൻ-ഹദദ് അവന് പകരം രാജാവായി. യഹോവാഹാസിൻ്റെ മകൻ യഹോവാശ് തൻ്റെ പിതാവായ യഹോവാഹാസിനോട് ഹസായേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന നഗരങ്ങളെ അവൻ്റെ മകനായ ബെൻ-ഹദദിൽ നിന്നും പിടിച്ചു. 3 പ്രാവശ്യം യോവാശ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിൻ്റെ പട്ടണങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.